കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാടോ ഇല്ലാത്ത വിഷയത്തിൽ ദേശീയ നേതാക്കൾ തൊട്ട് സംസ്ഥാന നേതൃത്വം വരെ എല്ലാവരും മൗനം പാലിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിൽ മൗനം തുടരുകയാണ് രാഹുൽ ഗാന്ധി. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് പറയാൻ മലപ്പുറത്തെ റാലിയിലും രാഹുൽ തയ്യാറായില്ല. മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഏറനാട്ടിലും ലീഗിന്റെ പതാക ഉപയോഗിക്കാനായില്ല. മോദിയെ കടന്നാക്രമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ മൗനം പാലിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുമെന്ന് മുസ്ലിം ലീഗും പ്രതീക്ഷിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമം ചർച്ചയാക്കുന്നതിൽ കോൺഗ്രസിന്റെ വിമുഖത തുടരുകയാണ്. രാഹുൽ ഗാന്ധി എത്തുന്നതോടെ പ്രതിസന്ധി മറികടക്കാനാവുമെന്ന് മുസ്ലിം ലീഗ് കണക്കുകൂട്ടുകയും ചെയ്തു. എന്നാൽ ഇതേക്കുറിച്ച് ഒരക്ഷരം രാഹുൽ ഗാന്ധി പരാമർശിച്ചില്ല. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഏറനാട് മണ്ഡലത്തിൽ പോലും പതാക ഉപയോഗിക്കാനും ലീഗിനായില്ല. ഏറനാട് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ജില്ലയിലുണ്ടായിട്ടും റോഡ് ഷോയിൽ പങ്കെടുത്തതുമില്ല. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാനുള്ളതെല്ലാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി തിരൂരങ്ങാടിയിൽ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നാണ് നോക്കുന്നത്, അല്ലാതെ CM എന്ത് പറയുന്നു, പിണറായി എന്ത് പറയുന്നു എന്നല്ല ഈ കാര്യത്തിലൊക്കെ നോക്കാനുള്ളത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറയേണ്ടത് ഇന്നലെ കോഴിക്കോട് മലപ്പുറത്ത് പറഞ്ഞു. ജാതി അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഒന്നും ഒരു പരിഗണനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ല, ഇങ്ങോട്ട് കാണിക്കൂല. ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് ഇന്നലെ കടപ്പുറത്ത് പറഞ്ഞു. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട മണ്ഡല പര്യടനം പൂർത്തിയായി. കൈരളി ന്യൂസ്, മലപ്പുറം.